ശരി. അപ്പൊ അതും കൂടി ഇതും കൂടി എല്ലാം കൂടി ഒരാളെ മേത്തങ്ങാവും. ഞാൻ വിചാരിച്ചപ്പം ആ കൂട്ടത്തിലുള്ള ആള് മോനെ ഇറങ്ങിക്കോടാ. എന്റെ ഒരു റിഗൽ കിച്ചു അപ്പാപ്പാന്ന് വിളിക്കടാ ബ്രോ. എന്താ അപ്പാപ്പാന്ന് വിളിക്ക്. എടാ അതല്ല, ഒരു മിനിറ്റ് സുഹൃത്തെ, എന്തായിരുന്നു പേരെന്തായിരുന്നു? റിഗൽ കിച്ചു. ഇവിടെ ആരെ കാണാൻ വന്നത്? ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നതാ, ഗ്യാങ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ വന്നതാ. അതാ ചോദിക്കാതെ കയറി കഴിഞ്ഞാൽ മുട്ടാലോ അല്ലേ അടിക്കും. ആദ്യം ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. കീരിക്കാടനോട് ചോദിച്ചു കയറാൻ പറഞ്ഞു. കീരി പറഞ്ഞായിരുന്നു? ഉറപ്പാണ്? ഉറപ്പാ. ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വന്നതാ. അപ്പാ ഞാൻ ഒരു ആഗ്രഹം ചോദിച്ചോട്ടെ? എനിക്കും ഈ ടി വി, ഞാൻ ശരിക്കും പറഞ്ഞ കത്തിക്കാതിരുന്നാ മതിയായിരുന്നു. മതി കത്തിക്കാതിരുന്നാ മതിയായിരുന്നു. ലൈറ്റ് പോലും ഒന്നുമില്ല ഗൈസ്. ടി വിയിലങ്ങ് നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാരാ? ഹലോ ബ്രോ, ഹലോ. ജീവ ഉണ്ടോ? ഹലോ, ജീവയില്ലേ? ഇവിടെ കൂടെ ഡോറൊന്നുമില്ലേ? ഡോറൊന്നുമില്ലാത്ത വീടാ. ഡോറൊന്നുമില്ലാത്ത ടി വി ഗ്യാങ് ഹൗസാ. ഡോറ് എവിടെ കൂടെ അറിയാ? ഡോറൊക്കെ വാസോണ പറഞ്ഞെങ്കിൽ ഇത് കറി വെക്കും. എടാ ഇതിന്റെ കൊള്ളാല്ലേ? ഇതൊന്നും മനസ്സിലാവില്ല കൈ ഏറ്റോ. ഇത് 2 നില വീണോ? വണ്ടി കൂടി അതിപ്പോ എന്താന്ന് വെച്ചാലേ വാസുണ്ണനും ചന്ദ്രയൊക്കെ ഇല്ലാത്ത ടൈമില് കണ്ണണ്ണനാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കണത്. ഹോളിഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ കണ്ണണ്ണൻ ഗാർഡിയൻ ഉള്ളതാണോ സ്റ്റീവേ? നമ്മുടെ കൂടുതൽ ഇപ്പൊ പ്രായത്തിന് മൂത്ത കോച്ചാണ് ഇതിന് കപ്പിനും പറയേണ്ടത്. അല്ല എടാ, കണ്ണണ്ണന് ഒരു റെസ്പെക്ട് കൊടുക്കണോടാ. ഉണ്ടോ ഈ വണ്ടി? ഇല്ലല്ലോ. ഇല്ല അവിടെ ഡ്രസ് ഷോപ്പിൽ ഏതോ പയ്യന്റെ വള്ളി എടുത്തിപ്പുണ്ട്. നിങ്ങൾ വള്ളി ഡ്രസ് ഇട്ട് ഇറങ്ങിയേക്കോ അല്ലേ 4 നമ്മൾ ഫാഷനബിൾ ലുക്കായിട്ട് ഇറങ്ങിയതല്ലേ? ഇതൊക്കെ എന്ത് വള്ളി? നമ്മളൊരു ടീഷർട്ടും നിക്കറും ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം. നിങ്ങളിടുമ്പോ ഓഹോ, നിങ്ങളൊക്കെ ആവശ്യത്തിന് വേണ്ടി ഇടുന്നു നിക്കറൊക്കെ. നിങ്ങളൊക്കെ പറഞ്ഞ മുണ്ടല്ലേ ഉടുക്കണ്ടേ? നിങ്ങളൊക്കെ മുണ്ടല്ലേ ഉടുക്കണ്ടേ? നിക്കറ ഉടുക്കണ്ടേ? മുണ്ട്. നല്ല മുടി കേട്ടോ, നല്ല രസമുണ്ട്. നല്ല ക്യൂട്ടല്ലേ? ശരി. ஸ்னைப்பர் உமா கொடுத்தனே விழுந்துட்ட போலயே. ഇവിടെ വേറൊരുത്തം വന്നായിരുന്നല്ലോ, അവനെന്തി? കൂട്ടിട്ടവനെ ഞാൻ കൊണ്ടുവന്നായിരുന്നല്ലോ, അവനെന്തി? എന്താ ബ്രോ? ഞാൻ മാത്രം. അവൻ പോയി അവിടെ സ്റ്റെക്കാട്ടിരിക്കണുണ്ട്. ബ്രോ മാഞ്ഞു പോയി. എടാ ഒരു പയ്യൻ ഈ ഗ്യാങ് ഹൗസ് കാണണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി. ഇവിടെ വന്നേ പിന്നെ അവനെ കാണുന്നില്ല. പോയി അവിടെ വീട്ടിൽ കയറി എന്തൊരു സാധനം അടിച്ചു വരുന്നുണ്ടോ നോക്കണേ. ഇവിടെ എന്തോ ഇരിക്കാൻ അണ്ണാ ഞാനും കാണാൻ വന്നതാ. പക്ഷെ ഇതിന്റെ അകത്ത് ആര് എങ്ങോട്ടാ പോണ്ടേന്നൊന്നും അറിഞ്ഞുകൂടാ. അതാണ് ഇവിടെ നിക്കണേ. ഇവിടെ കാണാനായിട്ടെന്ന് പറഞ്ഞാൽ ഇത് വീട്, പറമ്പ്, ബാക്കിൽ കടല് എല്ലാം ഉണ്ട്. നീ പ്രതിഭയല്ലേ? ഞാൻ വന്നിട്ട് കാലം ചോദിച്ചിട്ട് ആരൊക്കെ മറ്റേ പ്രതിഭയായിരിക്കുന്നു. ഇതാരായിരുന്നു? ഇതാരാ എനിക്കറിയാം. പോയാ ഇത് പേരെന്താ ബ്രോ? എന്റെ പേര് അങ്കച്ചൻ. അങ്കച്ചനാ? സാധനത്തിന്റെ പേരെന്തായിരുന്നു? എന്റെ ഒരു റിഗൽ കിച്ചു. കാണാൻ കേട്ടോ. ഡോർ നടച്ചോട്ടെ, വിരോധമുണ്ടോ? ഇല്ല. റിഗൽ കിച്ചു. ഡോർ കിട്ടിയടേ. അയ്യോ എന്താ
അയ്യോ എടാ ഇതെന്താ അയ്യോ അയ്യോ ഗായ്സ് പൊങ്ങാൻ പറ്റില്ല അയ്യോ അയ്യോ കർത്താവേ വെള്ളത്തിന്റെ അടി മുങ്ങി ചത്തേ കിച്ചോടെ ഒന്ന് പൊളിച്ച് വെള്ളത്തിന്റെ അടി മുങ്ങി ചത്ത് ഗായ്സ് ചത്ത് അയച്ചുതരാ ഇതെങ്ങനെ അപ്പാപ്പാ ഹലോ അപ്പാപ്പാ രക്ഷപ്പെടുത്തണേ ഏ? അയ്യോ ഡോക്ടറെ ഒന്ന് രക്ഷപ്പെടുത്തണേ ആ താങ്ക് യു ഡോക്ടറെ സ്വിമ്മിംഗ് പൂളിന്റെ ഹലോ? അടുത്ത് പോയി കെവിയുടെ അപ്പാപ്പനെ കണ്ടായിരുന്നോ? ആ, ഇത് കൊള്ളാലോ. ഇതാരാ? ഹലോ ബ്രോ ഹലോ 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 പറഞ്ഞോ പറഞ്ഞോ പേരെന്താ ബ്രോ പറഞ്ഞോ ഹലോ കേക്കോ ആ കേക്കാം പേരെന്താ എന്റെ പേര് നീലൻ നീലൻ നീല ബ്രോ ഇതൊന്ന് കാണിച്ചിരോ ഗ്യാങ് ഹൗസ് ഒന്നും ബ്രോ, ഒരു 2 മിനിറ്റ് പോരെ പോരെ പോരെ. വെള്ളമൊക്കെ അടിക്കാൻ പറ്റുമോ വെള്ളം അടിക്കാൻ പറ്റുമോ ആ ഇത് വാ ആ. ഇതാണ് നമ്മുടെ വെള്ളവടി സ്ഥലം മനസ്സിലായി വെള്ളമൊക്കെ അടിക്കാൻ പറ്റുമോ ഇതെങ്ങനെയാ ഇത് അടിക്കുന്നത് നീ അടിക്കത്തില്ല ഞാനേ അടിക്കും ഇവിടെ അതാണ് അതിന്റെ ഒരു ഇത് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത് ഓ അങ്ങനെ അത് ഗ്യാങ് ഹൗസിലുള്ളവർക്ക് മാത്രമേ അടിക്കാൻ പറ്റുമോ അങ്ങനെ അതെ 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 ഇവിടെ കാർഡ് ഉണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കണം എന്നാലേ ഇത് പറ്റൂ ഓക്കെ പോയാ ഹലോ ബ്രോ അടുത്ത സ്ഥലത്തിലോട്ട് പോവാ ആ വാ വാ ഇത് ഡൈനിങ് ടേബിളാ വരൂ വരൂ ഇതാണ് നമ്മുടെ റൂം ഇതാരുടെ റൂമല്ലേ ഇതെന്താ വരാത്തെ എടാ ഇതൊക്കെ അടച്ചിട്ടേക്കുവാ അമ്മ എന്തൊക്കെ പ്രശ്നമുണ്ട് എടാ ഇത് പിന്നെ നമ്മുടെ എന്താ പറയാ അടുക്കള അതെ ഇതും ഡ്രിങ്കിങ് സ്ഥലം അല്ലേ ആണോ അങ്ങനെ അതെ അതെ അപ്പൊ നിനക്ക് അറിയാതൊക്കെ കറക്റ്റ് ഇതിലെ കുപ്പിയൊക്കെ ഇരിക്കണം അതൊന്ന് ചോദിച്ചു അടുക്കളയിൽ എടാ ഇവിടെ ഫുള്ള് മദ്യപാനികളാണ് ഫുള്ള് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും പ്രശ്നമില്ലാത്ത ആള് കുറച്ചെങ്കിലും അങ്ങനെ അപ്പൊ അതിന്റെ ഒരു ഇതാ ഇതാണ് നമ്മുടെ മീറ്റിംഗ് സ്ഥലം മീറ്റിംഗ് വലിയ ടി വി തന്നെയത് കേട്ടില്ല ടി വി അല്ലേ ടി വി ആണ് പക്ഷെ ഇപ്പൊ ഡിസ്പ്ലേ പോയേക്കോ അതുകൊണ്ട് ഇപ്പൊ വർക്ക് ആവത്തില്ല വരും ഇനി അടുത്തത് നമ്മള് ഇതൊക്കെ നമ്മുടെ ബുക്ക് കളക്ഷൻസ് കേട്ടോ എല്ലാ ബുക്കുകളും ഉണ്ട് ബുക്കൊക്കെ വായിക്കണോ ഇതിനകത്ത് ഇത് പടം കാണാനായിട്ട് ഉള്ള ബുക്കുകളാ എന്ത് പടം എടാ അത് പടം എന്ന് പറഞ്ഞാ ഇത് മലകൾ സൂര്യൻ അങ്ങനത്തെ കുറെ മലകൾ അങ്ങനത്തെ കുറെ പടങ്ങളൊക്കെ ഒരു പിന്നെ മേളിലാണ് ഇവിടുന്ന് എന്ത് പോക്കറ്റി എന്തെങ്കിലും മോഷ്ടിച്ച് വെച്ചാലും അറിയും ഇവിടെ ക്യാമറ ഒക്കെ ഉള്ളതാ കേട്ടോ എല്ലാ ബട്ടൺ പോലെ എനിക്ക് മോട്ടിക്കാൻ പോകണം ഇതിന്റെ ഇത് അടച്ചിട്ടേക്കോ ക്ലീനിങ് ആണ് ഇതൊക്കെ അടച്ചിട്ടേക്കോ കേട്ടോ അതിന്റെ തിയേറ്ററോ അയ്യോ ഇതെന്താ കേറാൻ പറ്റാത്തെ അയ്യോ ഹലോ ആണല്ലേ എവിടെ കാണാം കാണാം എവിടെ പോയി ഇതാണ്
ഞാൻ അകത്തൊന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. ഇതെന്താ സാധനം? ഇത് ഞങ്ങളുടെ റെക്കോർഡിംഗ് സ്ഥലം. ഞങ്ങൾ ഇവിടെ പാട്ടൊക്കെ ഇടുന്ന ഇവിടെ ഒക്കെയാണ് റെക്കോർഡിംഗ്. ബ്രോ ഒരു പാട്ട് നമ്മുടെ പുതിയൊരു പാട്ട് ഇറങ്ങിയായിരുന്നു, കണ്ടായിരുന്നോ? ഇല്ല. ടിവിയുടെ ഒരു സോങ്. അല്ല യൂട്യൂബിലോ? ആ ഞാൻ കണ്ടില്ല. അത് കണ്ടേ പറ്റൂ, അത് കാണാതെ ഒന്നും പറയരുത്. എന്താ ഇതില് പ്ലേ ചെയ്യാൻ പറ്റോ? ഇതില് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലമാണ്, പ്ലേ ചെയ്യുന്ന സ്ഥലമല്ല. ഞാൻ പാട്ട് പാടും ബ്രോ. പാട്ട് പാടണോ? വേണ്ട. ആ നിന്റെ പേരെന്താ പറഞ്ഞ? അയ്യോ എന്റെ പേര് കിച്ചു. കിച്ചു, നല്ല പേര്. ഇവിടൊക്കെയാണ് നമ്മള് ബോൾ ഉരുട്ടിയിടുന്ന സ്ഥലം. കണ്ണാപ്പിയായിട്ട് സംസാരിച്ചോണ്ടിരുന്ന കണ്ണാപ്പിയുടെ ഗ്യാങ് ഹൗസ് കാണാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാ ആരോ വന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ല. ഇതാണ് നമ്മുടെ ജിമ്മ്. ജിമ്മോ? മറ്റേ ഇതൊന്നും ഇല്ല ബ്രോ, തൂക്കണ സാധനമാണോ? തൂക്ക് എന്തിനു തൂക്കുന്നത്? അല്ല മറ്റേ കയ്യില് തൂക്കരുത് അതാ. അത് ഡംബൽ എന്ന് പറയുന്നത്. അത് നീ ഒരു പാട്ട് പഠിക്കും നേരത്തെ പറഞ്ഞ പോലെ. തൊണ്ടൊക്കെ ശരിയല്ല, എന്നാലും പാടാൻ അങ്ങനെ പഠിക്കും. ഏത് പാട്ട് വേണം ബ്രോ? നീ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പാടാ, അതായിരിക്കും. ഇനി ആരെങ്കിലും ഇവിടുന്ന് പെട്ടെന്ന് വന്ന് കണ്ടാലേ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിക്കും. പറ. മറ്റേ ഈ പാട്ട് മതിയാ ബ്രോ? ഒരു ലിറിക്സ് എടുത്തോട്ടെ ബ്രോ? എടുത്തു. വാസുണ്ണൊന്നും വന്നില്ല ബ്രോ? വന്നില്ല. ഒരു സിംഗർ ഒന്നുമില്ല, എന്നാലും ട്രൈ ചെയ്യാം. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്ന് പോയോ, ഒരു കാറ്റ് പോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയാ അവളകലും അവളുടെ തേൻ ചിന്തകൾ നോവുകളായി പടരും. അറിയാ ബ്രോ? അത്ര അറിയോ എനിക്ക്? താങ്ക് യു. അടുത്ത എവിടെയാണ്? അല്ല അടുത്ത സ്ഥലം എവിടെയാണ്? അടുത്ത പോണ്ടേ? അടുത്ത സ്ഥലം ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ഇതാരെ ബെഡ്റൂമാ ബ്രോ? ഇത് നോക്കട്ടെ, ഇത് നമ്മുടെ കണ്ണാപ്പിടിയാന്നാ തോന്നുന്നത്. കണ്ണാപ്പിയുടെ ബെഡ്റൂം ഇത്രയും നീറ്റോ? ആൾക്കാരുണ്ടല്ലോ ക്ലീൻ ആക്കി. അപ്പൊ ആദ്യം കണ്ട ആരതാ? അതെനിക്ക് തോന്നുന്നു. നോക്കട്ടെ, ഇത് ഇവിടെ എഴുതിയേക്കുന്ന കാണാം. എഴുതിയിരിക്കുന്നു. ഇത് നമ്മുടെ ബാലന്റെ കേട്ടോ. ഇത് ബാലൻ. ബാബു വന്നാ ബ്രോ? കേട്ടില്ല. ബാബു ഇല്ല, വന്നിട്ടില്ല. ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡ് ബെഡ്റൂം, റൈറ്റിൽ ഇത് മാസ്റ്റർ ബെഡ്റൂം. ഇതാരെയാ? ഇത് SRKടെ. ഇതാണ് നമ്മുടെ മെയിൻ പേര്. ഇതെന്ത് ഹോട്ടലോ? പേരൊക്കെ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. മനസ്സിലായില്ലേ? അതെ. എല്ലായിടത്തും കുക്ക് ചെയ്യണല്ലോ. ഫുള്ള് ഇതാണ്. കണ്ടാ, ഇത് കക്കൂസിരുന്ന് TV കാണാം. ഇതാരതാ? ഡോണിന്റെ ആണെന്ന് തോന്നുന്നു. ഇതാരെയാ? അതെ, ഡോണിന്റെ ഇവിടുത്തെ മെയിൻ ഡോണ. വാസുവിന്റെ? അതെ. തോന്നി കക്കൂസിലിരുന്ന് TV കാണണം. അങ്ങനെ പുള്ളിക്ക് ക്രിക്കറ്റ് വലിയ പ്രേമമുള്ള ആളാ. അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടേ കളിക്കും. അതെ. ഇങ്ങനെ തുറക്കാൻ പറ്റുമായിരുന്നു. തുറന്നല്ലോ ബ്രോ. തുറന്ന് ബ്രോയ്ക്ക് വരാൻ പറ്റണില്ലേ? ഇത് കൊള്ളാല ബ്രോ.
ഇത് നിനക്ക് തുറക്കുന്നുണ്ടോടാ? ആ അയ്യോ ഇതെല്ലാം പോണ്. ഇതെന്ത് സാധനമാണ? ഇതൊരു പ്രത്യേകതരം ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം, ഇമ്പോർട്ടഡാ. അല്ല അവിടുത്തെ. ഇത്രേ ഉള്ളു സംഭവം, വീടൊക്കെ ഇത്രേ ഉള്ളു. ഇതെന്താ തുറക്കാത്ത?